ഹലോ ഗൈസ്, നമ്മൾ ഇന്നത് ഓണക്കോടി സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം നമ്മൾ കട്ടിംഗ് ആണ് കാണിച്ചെങ്കിൽ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഉടുപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വെച്ച് തുടങ്ങാം. ഇവിടെ ഞാൻ ലൈനിങ് തുണിയിലല്ലാതെ നല്ല തുണിയിലാണ് കേട്ടോ വീനെക്ക് വെട്ടിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനത് ലൈനിങ് തുണിയുടെ മുകളിൽ വെച്ച് നല്ല വശം തിരിച്ചിട്ടിട്ട് ഇതാ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇങ്ങനെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ ഫ്രണ്ട് പോർഷൻ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ അടിച്ചെടുക്കാം. ബാക്കിൽ നമ്മൾ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ആ ബാക്ക് പോർഷൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അതിങ്ങനെ പകുതിയാക്കിയാലല്ലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ലൈനിങ് കൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ്ങും നമ്മൾ ആദ്യത്തെ തുണി ഫ്രണ്ട് പോർഷൻ വെച്ചതുപോലെ നമ്മളിങ്ങനെ തിരിച്ചിട്ട്, അതായത് നല്ല വശം തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ എക്സ്ട്രാ ഉള്ള തുണി വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇങ്ങനെ ആ നെക്കിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ നമ്മൾ പതിച്ചിങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പോർഷനും അതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് പോർഷൻ നമ്മൾ തിരിച്ചിട്ട് അടിക്കില്ല കേട്ടോ. നമ്മൾ ഓരോ തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ആ തയ്യൽ തുമ്പ് കുറച്ചൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പതിച്ചടിച്ച ഫ്രണ്ട് പോർഷനും അല്ലാതെ നമ്മൾ അടിക്കാതെ എടുത്തിട്ടുള്ള ബാക്ക് പോർഷനും കൂടെ നല്ല വശങ്ങൾ ഇതാ ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാനാണ് ഷോൾഡർ. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിറകിൽ കറക്റ്റായിട്ടാണോ വരുന്നതെന്നറിയാം. അപ്പോൾ കറക്റ്റായിട്ടാണ്. എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. നമ്മളിങ്ങനെ ആ ഷോൾഡർ പോയിൻ്റ് 2 ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ പതിച്ച് അടിക്കാത്ത ബാക്ക് വശം ഉണ്ടല്ലോ, അവിടുത്തെ ലൈനിങ് നമ്മൾ തിരിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യത്തെ നമ്മൾ തിരിച്ചടിച്ച് കൊടുക്കാത്ത ബാക്ക് പോർഷനാണ് ഞാനിങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഇങ്ങനെ വിടർത്തി ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പതിച്ചടിച്ചു കൊടുത്തുള്ള ഫ്രണ്ട് പോർഷനില്ലേ, അതിൻ്റെ ആ ഷോൾഡർ പോയിൻറ്റ് ഞാൻ അതിലോട്ട് ചേർത്ത് വെച്ചിട്ട് താഴെ ബാക്ക് പോർഷനുള്ള ലൈനിങ് ആണ് മുകളിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ലോക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മളിത് അവിടെ ഒരു 2 അടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തയ്യൽ തുമ്പ് അകത്ത് പോയിട്ട് കുറച്ചുകൂടെ നീറ്റ് ആവാനാണ് ഷോൾഡർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഷോൾഡറിൻ്റെ നല്ല വശം നമുക്ക് ഇങ്ങനെയും ആ ബാക്ക് വശം നമുക്ക് ആ തയ്യൽ തുമ്പ് അകത്ത് പോയതുണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ വൃത്തിയായിരിക്കും. ഇതുപോലെ നമ്മൾ 2 വശവും ഇങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് പോർഷൻ ഇങ്ങനെ പതിച്ചടിക്കുക. ഇനി നമ്മൾ പ്രിൻസസ് കട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് നീളത്തിന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ഒരു മിഡിലിൽ നിന്നായിട്ട് ഞാൻ ഒരു 3.5 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് വളച്ച് വരയ്ക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ എനിക്ക് ഒരു 5.5 കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് ഞാൻ ഇങ്ങനെ ഷേപ്പായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് നമുക്ക് എത്രത്തോളം പോയിൻ്റാണോ വേണ്ടത്, എത്രത്തോളം നമ്മൾ നീട്ടിയെടുക്കുന്നു അത്രത്തോളം നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടും. എനിക്ക് കുറച്ച് അധികമായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 ഇഞ്ചാണ് അങ്ങോട്ട് അപ്പുറത്തോട്ട് എടുത്തത്. എന്നിട്ട് അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ പോർഷനിലും ഇങ്ങനെ വരച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇത് അടിച്ചെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ, അതായത് നമുക്ക് ഈ മെയിൻ ലൈനിൽ കൂടെ ഒരു ഒറ്റ അടി അടിച്ചെടുക്കാം. അതാകുമ്പോൾ പിന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലല്ലോ. നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ചിട്ടല്ലേ അടിക്കുന്നത്. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് എത്രയാണോ പോയിൻ്റ് വേണ്ടത്, എത്ര തുണിയാണോ നമുക്ക് ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കാനുള്ളത്, അങ്ങനെ നമുക്ക് ആ പ്രിൻസസ് കട്ട് അടിച്ചെടുക്കാം കേട്ടോ. അവിടെ ഞാനാണെങ്കിൽ ആദ്യം കൊടുത്ത ആ ഒരു 1.5 ഇഞ്ചോളം അത്രത്തോളം തന്നെ 2 വശത്തും ഇത്രയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ആ ഒരു ഷേപ്പ് പോലെ നിൽക്കുന്നതായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. അവിടുന്ന് ആവശ്യത്തിന് മുകളിലോട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അവിടെ ആ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ പോയിന്റ് എത്തുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ആം ഹോളിൻ്റെ അങ്ങോട്ട് അടിച്ചെടുക്കണം.
അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് വശത്തും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് കറക്റ്റ് ആവും. പിന്നെ നമ്മൾ എത്രത്തോളമാണോ പ്രിൻസസ് കട്ടിന് എടുത്ത് കൊടുക്കുന്നത് അത്രത്തോളം കുറച്ചുകൂടെ വീതി കൂട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ചിലപ്പം തുണിക്ക് മൊത്തത്തിലുള്ള വീതി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, നല്ല ഷേപ്പിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ, അതായത് ആ കൈക്കുഴിയുടെ അവിടെ നമുക്ക് ക്ലിയറായിട്ടൊന്ന് വെട്ടിക്കളയാം. കാരണം ഞാനവിടെ മടക്കി അടിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് വേണ്ടിയിട്ട്, അത് കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതുപോലെ മടക്കി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന പട്ട റെഡിയാക്കി എടുക്കാമേ. ഞാൻ ഏകദേശം 3.5 ഇഞ്ചോളം വീതി വരുന്ന 2 തുണികളെടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ പകുതിയായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഒരു പോർഷനിൽ, ബാക്ക് പോർഷനിൽ ഒരു പോർഷനിൽ അകത്തുനിന്ന് പുറത്തോട്ടും മറ്റേ സ്ഥലത്ത് പുറത്തുനിന്ന് അകത്തോട്ടുമാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ, ഇത് കുറച്ച് സ്പീഡാണ്, ഇതൊന്ന് സ്ലോ ഇട്ട് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. ഈ പുറത്തുനിന്ന് അകത്തോട്ട് അടിച്ചെടുക്കുന്ന ഭാഗത്ത് നമുക്ക് ഹുക്ക് അറ്റാച്ച് ചെയ്യാനും, അതല്ലാതെ അകത്തുനിന്ന് ഇങ്ങനെ അടിച്ച് പുറത്തോട്ട്, ഇത് നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് ഇതിനെ നമ്മൾ പുറത്തോട്ട് ഇട്ടെടുക്കും കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ ഹുക്കിൻ്റെ പോയിൻ്റ് നമ്മൾ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇനിത് അതിനെ തിരിച്ച്, അതായത് തുണിയുടെ നല്ല വശത്തോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ കാണിച്ച പോർഷൻ ഒന്ന് സ്ലോ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് മനസ്സിലാവുമേ. എന്നിട്ട് അവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു ലോക്ക് കൊടുത്തിട്ട് നമ്മൾ ഹുക്ക് കയറ്റുന്ന ഒരു പോർഷൻ ഇല്ലേ, അതിനെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അടിക്കുന്നതായിരിക്കും നല്ലത്. ആ ഹുക്ക് കയറ്റുന്ന ആ പോർഷൻ മാത്രം ഒന്ന് ഇങ്ങനെ അകത്തി അടിച്ചു കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ആ തയ്യൽ തുമ്പ് ആ തുണിയോട് ചേർത്താണ് അടിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹുക്ക് ഇടുന്ന പോർഷനും ഹുക്ക് വെക്കുന്ന പോർഷനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് താഴത്തെ പോർഷൻ ക്ലിയർ ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം. ആ ഷേപ്പ് ഒന്ന് ചെയ്താൽ മാത്രമേ നമുക്കത് താഴെ മടക്കി അടിക്കാനുണ്ട്, ഇനി ബോഡി അടിക്കാനുണ്ട്, അങ്ങനെയുള്ള പണികളുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ അത് കുറച്ച് ഒന്ന് മുകളിലോട്ടാക്കി രണ്ടായിട്ട് ഇങ്ങനെ മടക്കി, ഒരു മടക്ക് വീണ്ടും അതിനൊരു മടക്കൂടെ മടക്കിയിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഷേപ്പ് ഇങ്ങനെ താഴെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. നമുക്ക് എത്രയാണോ നമ്മുടെ വീതി വേണ്ടത്, വണ്ണം വേണ്ടത്, അത്രയ്ക്കനുസരിച്ച് ഞാനിവിടെ 16.5 ഇഞ്ചും കൈക്കുഴിയുടെ അവിടുന്ന് എൻ്റെ വണ്ണം 16.5 ഇഞ്ചും അതിൻ്റെ താഴോട്ട് ഒരു 15 ഇഞ്ചുമാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അടിച്ചെടുക്കുന്നത്. അങ്ങനെ എത്രയാണോ നിങ്ങളുടെ സൈസ് അതിനനുസരിച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാമേ. അതുപോലെ തന്നെ നമ്മൾ 2 തുണിയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൽ ചെയ്തതുപോലെ തന്നെ ഈ തുണിയിലും അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലും വീനക്കാണ്, സെയിം അളവാണ്, ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അങ്ങനെ ഇതിലും അടിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം അടിച്ചെടുത്തൊക്കെ കഴിഞ്ഞിട്ട് തുണിയിൽ നമ്മൾ നെക്കിൻ്റെ അവിടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ മിററാണ് എടുത്തിട്ടുള്ളത്. മിററിന് ചുറ്റും ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഒരു ചേർച്ചയില്ലായ്മ പോലെ തോന്നി. അങ്ങനെ ഫുൾ ഇങ്ങനെ മിറർ തന്നെ ആ നെക്കിൻ്റെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സിൽവർ കളർ സ്വീക്വൻസ് കൂടെ അവിടെ ഇവിടെ ആയിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവാട എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം. പാവാട നമ്മൾ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ കോർണർ, ആ 4 വശങ്ങളും 4 എത്രയാണെന്നറിയാനായിട്ട് അതിൻ്റെ കോർണറിൽ ഞാനൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ ജസ്റ്റ് അതിൻ്റെ അളവൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് അളന്ന് ഇത്ര ഇഞ്ച് എന്ന് പറഞ്ഞാൽ അളന്നിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു ഊഹക്കണക്കിന് ഒരേ അളവിലായിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതാണ് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഫുള്ള് നമ്മളിതാ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ പട്ടയാണ്. പട്ടയ്ക്ക് ഞാനിവിടെ കുറച്ച് തുണിയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ആ സിൽവർ, ആ കസവ് വരുന്ന ഭാഗം മാത്രം, സിൽവറല്ല ഗോൾഡ്, ആ കസവ് വരുന്ന ഭാഗം മാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ പാവാട ഞാൻ പ്ലീറ്റ് എടുത്ത് കൊടുത്തതിൻ്റെ അഴുക്ക വശമില്ലേ, നല്ല വശത്തല്ലാതെ അപ്പുറത്തെ വശമില്ലേ, ആ വശത്ത് വെച്ചാണ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ല വശത്തോട്ട് തിരിച്ചിട്ട് അടിക്കാനാണ് എൻ്റെ പ്ലാൻ.
ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ദാ ആ വശത്ത് അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ദാ ഇവിടെ ഒന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അവിടെ ഭയങ്കര കൺഫ്യൂഷനാവും. ഇത് നമ്മൾ അഴുക്ക വശത്തോട്ട് അടിച്ചില്ലേ, ആ വശം തന്നെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ദാ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി അടിച്ച് കൊടുത്താൽ സ്റ്റിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിരിക്കും, നമുക്കൊരു ഫിനിഷിങ് കിട്ടും. അല്ലാതെ എൻ്റെ കയ്യിൽ സാധാരണ മെഷീനുണ്ട്, ഇതുപോലെ സാധാരണ മെഷീനിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുക. അങ്ങനെ മടക്കി അടിച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എനിക്കൊരു വള്ളി അടിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ഏകദേശം ഇതിനൊരളവൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 1.5 ഇഞ്ച് നീട്ടമുള്ള തുണിയിൽ ഇതാ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയാണോ നീട്ടം വേണ്ട അതിനനുസരിച്ച് എടുക്കുക. ശേഷം എന്താ ഒരു പിന്നിങ്ങനെ നമ്മൾ അകത്തോട്ടിട്ട് അതിനെ തിരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാവാടയുടെ വള്ളി എന്ന് പറയുന്നത്. ഈ പിന്നിട്ടെടുക്കണ എൻ്റെ ദൈവമേ ഭയങ്കര വലിയ പണിയാണ്. അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് കുരുങ്ങിയൊക്കെ ചെയ്യും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ ഇങ്ങനെ ഇട്ട് അതിനെ നമ്മൾ തിരിച്ചിട്ട് എടുക്കുമ്പോൾ കണ്ടിങ്ങനെയാണ് നമുക്ക് ആ വള്ളി കിട്ടുന്നത്. അതിന് ശേഷം അതിൽ നമുക്ക് ഒരു തുഞ്ചലവും കൂടെ വെച്ച് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ചതുരാകൃതിയിലുള്ള കുറച്ച് തുണികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ദാ ഇവിടെ ഉടുപ്പിൻ്റെ പീസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു നല്ല വശം എടുത്തിട്ട് ഒരു മടക്ക് മടക്കി വീണ്ടും ട്രയാങ്കിളായിട്ട് ഒരു മടക്കൂടെ മടക്കിയിട്ട് ആ നല്ല വശത്ത് അല്ലാത്ത രീതിയിൽ, അല്ലാതെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെട്ട് വരുന്ന ഭാഗത്ത് നമ്മളിതാ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ ഈ തയ്യൽത്തുമ്പ് അകത്തോട്ട് പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ തുഞ്ചനങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതാ പാവാട മടക്കി അടിച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ അഴുക്ക വശത്തായിരുന്നു വെച്ച് അടിച്ചത്, അവിടുന്ന് അതിനെ തിരിച്ച് നല്ല വശത്തോട്ട് എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഒരു മടക്കിയിട്ട് അല്ലാതെ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അത് കൂട്ടിയും കൂടെ അടിച്ചെടുത്താൽ നമ്മുടെ പണി കഴിയും കേട്ടോ. കൂട്ടിയും കൂടെ അടിച്ച് നമ്മളൊന്ന് തേച്ച് കൂടെ എടുത്താൽ നമ്മുടെ പണി കഴിയും. ഞാനിവിടെ താഴ്ന്നാണ് കൂട്ടി അടിച്ച് തുടങ്ങുന്നത്, കാരണം ഇല്ലെങ്കിൽ പിന്നെ താഴെ പല അളവായി പോവും. അതുകൊണ്ട് ഞാൻ താഴ്ന്ന് കറക്റ്റ് അളവിന് പിടിച്ച് കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പ്ലേറ്റും പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക, എങ്ങനെയുണ്ടെന്ന്.